നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. അമേരിക്കയിൽ ട്രംപ് പൊളിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റ് പോലെ ഇപ്പോൾ വ്യാപാര യുദ്ധം ലോകമാകെ വ്യാപിക്കുന്നു. 3 രാജ്യങ്ങൾക്കെതിരെ ഇറക്കുമതി ടാരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് ട്രംപ് ആദ്യ യുദ്ധം തുടങ്ങി. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ 25% ഇറക്കുമതി തീരുവ, ചൈനയ്ക്കെതിരെ 10%. അമേരിക്കൻ ഇറക്കുമതിയുടെ ഏകദേശം 30% ഹോൾഡ് ചെയ്യുന്നത് ചൈനയാണ്, 14% കാനഡ, തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു മെക്സിക്കോ. അപ്പോൾ ഈ 3 രാജ്യങ്ങളെ വരിഞ്ഞു മുറുക്കുമ്പോൾ 60% ഇറക്കുമതിയിലാണ് ട്രംപ് ആദ്യം കൈവച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് പനാമ കനാൽ പിടിച്ചെടുക്കും എന്ന് ട്രംപ് ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശുന്ന ട്രംപിസമാണ് ലോകം ഇപ്പോൾ ആശങ്കയോടെ നോക്കിക്കാണുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അത്ര ഭദ്രമല്ല എന്ന് ഇന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. നികുതി ടാരിഫുകൾ, ഇറക്കുമതി ചുങ്കം കൂടുതൽ ശക്തമായ നിലയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ മേലും ചുമത്തപ്പെടുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. ഇപ്പോൾ ആദ്യ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ ഈ വേള വളരെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ട്രംപിൻ്റെ മനസ്സിൽ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ നിശ്ചയമില്ല. ഇത് ഇന്ത്യയുടെ ഒരു സുവർണ ഘട്ടമാണോ അതോ ഇന്ത്യയിലേക്ക് നീളുന്ന കരങ്ങൾ തന്നെയാകുമോ ട്രംപിൻ്റേത്? അമേരിക്കൻ ഇറക്കുമതിയിൽ 3.02% മാത്രമേ ഇന്ത്യക്ക് ഹോൾഡുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനങ്ങളിൽ ഇന്ത്യ അത്ര കണ്ട് ഭയക്കേണ്ടതില്ല. പക്ഷേ ചൈന ദുർബലമാകുമ്പോൾ ഇന്ത്യൻ വ്യവസായ ലോകത്തിന് ഉണർവ് വരുമെന്നും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾ കൂടുതൽ അമേരിക്കയിലേക്ക് ഒഴുകുമെന്നും പ്രതീക്ഷകൾ അത് വളരുന്നു. എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? പണ്ടൊരു മലർപ്പൊടിക്കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ചില സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ആ മലർപ്പൊടിക്കാരനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങുന്നതാവും നന്ന്. ചൈനയുടെ ഇറക്കുമതി, അമേരിക്കയിലേക്കുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വലിയ ടാരിഫ് റെഗുലേഷനാൽ വലയുകയാണെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ചൈനീസ് പ്രൊഡക്ടിവിറ്റി കുറയാം. അങ്ങനെയെങ്കിൽ ചൈന വലിയ തോതിലുള്ള ഉൽപ്പാദനത്തിൽ നിന്നും പിന്നോട്ട് പോകും. കാരണം അമേരിക്ക എന്ന ക്യാപ്റ്റീവ് മാർക്കറ്റ് ഭാഗികമായി നഷ്ടപ്പെട്ടാൽ ചൈനയിൽ പ്രൊഡക്ഷൻ ബേസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് ആ ഒരു പ്രൊഡക്ഷൻ ഹബ് എന്ന നിലയിൽ കുറച്ചുകൂടി ഉയർന്നു വരാൻ സാധിക്കും എന്ന ഒരു പ്രയോജനം. രണ്ടാമത്തെ പ്രയോജനം എന്ന് പറയുന്നത്, ചൈനയെയും ഇന്ത്യയും ഒരേ അളവുകോല് വെച്ചല്ല അമേരിക്ക അളക്കുന്നതെങ്കിൽ ഇന്ത്യക്കൊരു പ്രിഫറൻഷ്യൽ പരിഗണന നൽകും എങ്കിൽ, അതെങ്കിൽ എന്നാണ് പറയുന്നത്, എങ്കിൽ തീർച്ചയായും ഭാരതത്തിനത് മെച്ചമാണ്. പക്ഷേ അതിനുള്ള ഉടനടി സാധ്യത കാണുന്നില്ല. കാരണം ഇവിടെ ഇന്ത്യയുടെ കയറ്റുമതി, പ്രധാന കയറ്റുമതി രാജ്യങ്ങൾ, ടോപ്പ് 10 രാജ്യങ്ങൾ എടുത്താൽ ആ പട്ടികയിൽ ചൈനയുമുണ്ട്, ഇന്ത്യയുമുണ്ട്, അത് ചൈനയുമുണ്ട്, അമേരിക്കയുമുണ്ട്. അപ്പം ചൈനയുമായി നമുക്ക് വ്യാപാര മിച്ചമില്ല, വ്യാപാര കമ്മിയാണ്. അതേസമയം അമേരിക്കയുമായുള്ള ട്രേഡിൽ നമുക്ക് വാർഷിക അടിസ്ഥാനത്തിൽ $35 ബില്യൺ വ്യാപാര മിച്ചമുണ്ട്. ഇത് ട്രംപിനെ ചെറുതായി അലോസരപ്പെടുത്തുന്നുണ്ട്. ട്രംപിൻ്റെ നയമെന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി പരമാവധി കുറച്ചു കൊണ്ടുവരിക, പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയുണ്ട്, പഴയ ഒരു പോളിസിയാണല്ലോ പ്രൊട്ടക്ഷനിസം. അതിലൂടെ കഠിനമായ തീരുവകൾ, നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്നും കസ്റ്റംസ് തീരുവ എന്നും പറയുകയും അമേരിക്കക്കാർ അതിനെ ടാരിഫ് എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ആ ഓമന പേരിട്ട് വിളിക്കുന്ന നികുതി, ആ നികുതിയിലൂടെ ഇന്ത്യയുടെ ആ ഒരു മേൽക്കോയ്മ, ട്രേഡ് ബാലൻസ്, അത് അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ ഈ സുഖകരമായ പോക്കിന് അവസാനമാകും. അതുകൊണ്ട് ഇത് 2 തലയുള്ളൊരു വാളാണ്. യഥാർത്ഥത്തിൽ മെക്സിക്കോയുമായി ഉള്ള തർക്കം നമുക്ക് മനസ്സിലാക്കാം. കാനഡ എല്ലാവരെയും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്ക കാനഡ ട്രേഡ് വാർ എന്ന് പറയുന്നത് അത്ര പ്രതീക്ഷിതമായ ഒരു കാര്യമല്ല. ട്രംപും ജസ്റ്റിൻ ട്രൂഡോയും തമ്മിലുള്ള ബന്ധം വ്യക്തിപരമായി അത്ര മെച്ചപ്പെട്ട നിലയിലല്ല. പക്ഷേ അതൊരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മോശമാകുന്ന തലത്തിലേക്ക് എത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. $155 ബില്യൺ വർത്ത് ഇറക്കുമതിയാണ് കാനഡ ഇപ്പോൾ ടാരിഫ് ചുമത്തിയിരിക്കുന്നത്. റിറ്റാലിയേറ്ററി ടാരിഫ് എന്ന് പറയും, പ്രതികാര നടപടിയാണ്. അപ്പോൾ അമേരിക്കയോട് സ്വന്തം തട്ടകത്തിൽ മുട്ടി നിൽക്കാൻ കാനഡയ്ക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ അതത്ര ശുഭസൂചകമല്ല ട്രംപിന്. കാരണം ഈ ട്രംപ് ഒന്ന് പേടിപ്പിച്ചാൽ പേടിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ കാനഡ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരെ പേടിക്കാനാണ്? ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം അമേരിക്ക 25% നികുതി ചുമത്തുമ്പോൾ
തിരിച്ച് 25% നികുതി ചുമത്താൻ ആദ്യ തീരുമാനമെടുക്കുന്ന കാനഡയാണ്. ഉടനടി നിലവിൽ വരികയാണ്. ചൊവ്വാഴ്ച ട്യൂസ്ഡേ. കാനഡയുടെ സമ്പദ് വ്യവസ്ഥ ശക്തമാണ്. പക്ഷെ കാനഡ നേരിടുന്ന മുഖ്യ പ്രശ്നം അവിടുത്തെ മാനവ വിഭവശേഷിയുടെ ഒരു പരിമിതിയാണ്. ഏകദേശം 3.5 കോടി ജനസംഖ്യ മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ ഈ 30 കോടി ജനങ്ങൾ അതെന്നും കാനഡയുടെ ഒരു ഉപഭോക്തൃ സമൂഹമാണ് ഒരു വശത്ത്. മറുവശത്ത് അമേരിക്കയ്ക്കും കാനഡ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ കൺസെപ്റ്റിൽ പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ കാനഡയും US-ഉം തമ്മിൽ കൊമ്പ് കോർക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഒട്ടും ശുഭസൂചകമല്ല എന്ന് വേണ്ട കണക്ക് കൂട്ടാൻ. അങ്ങനെ വേണം കരുതാൻ. മാത്രമല്ല ഇതൊരു മനസ്സിൻ്റെ പൊരുത്തം കൂടിയാണ്. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കാനഡയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊന്നും നോക്കൂ. അതിനകത്ത് ഈ അമേരിക്കൻ വോളിബോൾ ടീം, ബാസ്കറ്റ്ബോൾ ടീം കാനഡയിൽ കളിച്ചപ്പോൾ കൂക്കി വിളിച്ചാണ് ഈ വലിയ വിഖ്യാതരായ ടീമുകളെ കനേഡിയൻ കാണികൾ എതിരേറ്റ. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ടീം, അത് ഈ മേഖലാടിസ്ഥാനത്തിലുള്ള ബാസ്കറ്റ്ബോൾ ടീമിനൊക്കെ വലിയ ആരാധക വൃന്ദമുണ്ട് കാനഡയിൽ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ എപ്പോഴും ബാസ്കറ്റ്ബോൾ അത്തരം മത്സരങ്ങൾ. അതൊരു കാര്യം. 2, ഈ കാനഡക്കാരെ കുറച്ച് ഐസ് ഹോക്കി ചെറുതായിട്ടൊന്ന് വീശും. അതായത് മദ്യ ഉപയോഗം ലേശ തണുപ്പുള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ ബ്രൂവറികളിൽ നിന്നും മദ്യം വരണം. ബിയർ, റം, വിസ്കി, ബ്രാൻഡി എല്ലാം എത്തണം, വീഞ്ഞുൾപ്പെടെ. ഇത് പലതും ഉൽപ്പാദിപ്പിക്കുന്ന മേഖല അമേരിക്കയിലെ റിപ്പബ്ലിക്കന്മാരുടെ മേഖലയാണ്. അപ്പം റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകളെ തിരഞ്ഞു പിടിച്ച് അവിടെ നിന്നുള്ള മദ്യ ഇറക്കുമതി ഇനി വേണ്ട, ആ ബ്രാൻഡുകൾ ഞങ്ങൾ അമേരിക്കൻ ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് കൈമേൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്യുകയാണ് കാനഡയിലെ ഒരു കൂട്ടം ആളുകൾ. ഇതൊന്നും അത്ര നല്ല സൂചനയല്ല നൽകുന്നത്. അല്ല, കാനഡയെ സംബന്ധിച്ചൊരു വലിയ പ്രതിസന്ധി അവർ നേരിടുന്നത് മഞ്ഞുവീഴ്ചയുള്ള, മുഴുവൻ രാജ്യത്തും മഞ്ഞുവീഴ്ച ആണ് കാനഡയുടെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ പല ഉൽപ്പന്നങ്ങളും, പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കൾ പലതും അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ എത്തണം. അത് വലിയ വിലക്കയറ്റത്തിലേക്ക് പോയാൽ കനേഡിയൻ സർക്കാരിന് മാത്രമല്ല അവിടുത്തെ ഭരണകൂടത്തിനും ജനങ്ങളുടെ തന്നെ നിലനിൽപ്പിനെയും ഇത് ബാധിക്കും. എല്ലാ വിധത്തിലും സാമ്പത്തിക ബഡ്ജറ്റ് താളം തെറ്റും. ഇപ്പോൾ തന്നെ ആകെക്കൂടി താളം തെറ്റിയ ഒരു ക്രമത്തിലാണ് കനേഡിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പോക്ക്. കാനഡയ്ക്ക് വലിയ തോതിലെ പഴവർഗ്ഗങ്ങൾ നൽകുന്നത് അമേരിക്കയാണ്. ഫ്രൂട്ട് ജ്യൂസ്, ആപ്പിൾ. പക്ഷേ ഭക്ഷ്യവസ്തുക്കളുടെ മേൽ അത്ര കണ്ട് നികുതി ഏർപ്പെടുത്തില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു 25% എന്ന് പറയുന്നത് അക്രോസ് ദ ഫ്രോണ്ടിയർ ആയിട്ടാണ് ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ വിവക്ഷിക്കപ്പെടുന്നത്. അല്ല, സെലക്റ്റീവ് ഐറ്റംസ്. ഇല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി അത് കാനഡ ഒരു ഫെഡറൽ രാജ്യമാണ്. സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ആയി തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും കഴിയും. അമേരിക്കയിലെ കാർ ഉപയോഗത്തിന്റെ ഒരു വലിയ ശതമാനം കാനഡയിലെ ഫാക്ടറിയിൽ നിന്നാണ് പോകുന്നത്. ഇത് തന്നെയാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഈ ഫാക്ടറികളൊക്കെ അമേരിക്കയിലേക്ക് പറിച്ചു നടണം. ഷിഫ്റ്റ് ദി പ്രൊഡക്ഷൻ ബേസ് ടു അമേരിക്ക. അതെ, അതർവൈസ് വി വിൽ ടാക്സ് യു. ഇതാണ് ഒറ്റയടിയാണ് ട്രംപിന്റെ വക. അപ്പോൾ ഇത് അമേരിക്ക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അമേരിക്കയേക്കാൾ കാനഡയിൽ കുറവാണ്. അത് മാത്രമല്ല കാനഡയിൽ എനർജി ഉൽപ്പന്നങ്ങളുണ്ട്. നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം. ഇത് അതിർത്തി സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഷിക്കാഗോ പോലെയുള്ള മേഖലയിലേക്ക്, വടക്കൻ അമേരിക്കയിലേക്ക്, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എനർജി കാര്യങ്ങൾ വരുന്നത്, ലാൻഡ് അവൈലബിലിറ്റി ഉണ്ട്. അത് വരുന്നത് കാനഡയിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് വലിയ ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ സാധനങ്ങൾക്ക് വില തീവിലയാകും. അതായത് ഈ ഇൻഡിപെൻഡന്റ് എസ്റ്റിമേറ്റ്സ് പറയുന്നത്, ഈ കണക്ക് കൂട്ടി പറയുമ്പോൾ 1.5% GDP-യിൽ അമേരിക്കയ്ക്ക് കുറവ് വരാൻ സാധ്യത ഓരോ വർഷവും ഈ പറയുന്ന ഒരു റിറ്റാലിയേറ്ററി മെഷറുണ്ട്. അപ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വളരണമെങ്കിൽ ഇമ്പോർട്ട് കൂടി വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ആ ഇമ്പോർട്ടിനെ സപ്ലിമെൻ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ബേസ് അമേരിക്കയിൽ ഉണ്ടാകും എന്ന് ഉടനടി കരുതാനാവില്ല. ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടാകും. പക്ഷേ കോസ്റ്റ് പ്രൊഡക്ഷൻ ശ്രീ സോയ്മൻ സൂചിപ്പിച്ചതുപോലെ ഈസ് വെരി വെരി ഹൈ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ലേബർ ചാർജസ് ആർ വെരി ഹൈ. കോസ്റ്റ് പ്രൊഡക്ഷൻ അൾട്ടിമേറ്റ്ലി വളരെ ഹൈ ആണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ലാഭകരമായി ചൈനയിൽ നിന്നും വളരെ ചീപ്പായി റീസണബിൾ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലെ മധ്യവർഗത്തിനും അടിസ്ഥാന വർഗത്തിനും ലഭിക്കുമ്പോൾ ട്രംപിൻ്റെ വോട്ട് ബാങ്കാണ് വൈറ്റ് അമേരിക്കൻ ബേസ് ആൻഡ് ഓൾസോ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ ഇപ്രാവശ്യം ട്രംപിനാണ് പലരും വോട്ട് ചെയ്തത്, പ്രത്യേകിച്ച് വൈറ്റ് അമേരിക്കൻ. കാനഡയിൽ നിന്നും ഇത് മുഴുവൻ ഡെട്രോയിറ്റിലേക്ക് പറിച്ചു നടുക
അല്ലെങ്കിൽ അമേരിക്കയുടെ ഉൽപാദന മേഖലയിൽ മാത്രം അത് ചെയ്ത് ഫോർഡ് എന്ന് പറയുന്നത് അമേരിക്കൻ കാറല്ലേ, ജനറൽ മോട്ടോഴ്സ് അമേരിക്കൻ അമേരിക്കൻ കാർ ഓട്ടോ മേക്കേഴ്സ് ആണ്. അപ്പം അമേരിക്കൻ കമ്പനികൾ പലതും പ്രൊഡക്ഷൻ നടത്തുന്നത് ചൈനയിലാണ്, ഇന്ത്യയിലാണ്, വേറെ പലയിടത്താണ്. അവിടെ നിങ്ങളിങ്ങ് വാ, അമേരിക്കയിലേക്ക് വാ, നിങ്ങൾ വിദേശത്ത് പ്രൊഡ്യൂസ് ചെയ്താൽ ആ കാര്യം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ ഞങ്ങൾ കർശനമായ നികുതി ചുമത്തും. ഈ പോളിസിയാണ്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നത് അമേരിക്കയിൽ തൊഴിൽ ഉണ്ടാവണം, പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണം, ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിക്കണം, അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെ കൺസംഷൻ കൂടണം, പ്രൊഡക്ഷൻ കൂടണം. ഇതൊക്കെ ട്രംപിൻ്റെ ന്യായമായ ആഗ്രഹങ്ങളാണ്. അമേരിക്കൻസ് വലിയ തോതിൽ കയ്യടി ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. കാരണം മെക്സിക്കോയിൽ നിന്നുള്ള അനധികൃത തൊഴിലാളികൾ ധാരാളം അമേരിക്കൻ തൊഴിൽ മേഖലയെ സ്വാധീനിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ ആത്യന്തികമായി അമേരിക്കൻ എക്കണോമിയെ തന്നെയല്ലേ ബാധിക്കുന്നത്? അനധികൃത തൊഴിലാളികളെ കൊണ്ട് കുറഞ്ഞ വേതനത്തിൽ പണിയെടുപ്പിക്കുക അമേരിക്കൻസിൻ്റെ ഒരു ശൈലിയായിരുന്നു. അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു. ഇപ്പോൾ ഒരു ഭയം പൊതുവെ ലോകരാജ്യങ്ങളിൽ പടരുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാർ ചെന്നാൽ അവരെ ഭീകരമായി സൈന്യം വേട്ടയാടി പിടിക്കുമെന്നും കൈവിലങ്ങ് വെച്ച് അവരെ ഗ്വാണ്ടനാമോ തടവറയിലേക്ക് മാറ്റും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. ഞാനൊരു ചോദ്യം സോയിമോനോട് തിരിച്ചു ചോദിക്കട്ടെ. ഈ അമേരിക്കയിലേക്ക് ആദ്യം പോയ പിൽഗ്രിം ഫാദേഴ്സ്, വെള്ളക്കാരായ ആളുകൾ, അവർ അധികൃത കുടിയേറ്റക്കാരാണോ അനധികൃത കുടിയേറ്റക്കാരാണോ? അല്ല, അമേരിക്ക ഒരു കുടിയേറ്റ രാജ്യമാണല്ലോ. അമേരിക്കയിൽ വന്ന 100% പീപ്പിൾ എക്സെപ്റ്റ് റെഡ് ഇന്ത്യൻസ്, ദേ ആർ ഓൾ മൈഗ്രൻസ് സം ടൈം ഓർ ദി അതർ. അതിൽ വലിയ തോതിൽ വന്നതൊക്കെ അമേരിക്ക ഒരു രാജ്യമായി രൂപപ്പെടുന്നതിനൊക്കെ മുൻപ് ആ ലാൻഡിലേക്ക് വന്നവരെല്ലാം അവിടെ സ്വീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരെ ഫോഴ്സ്ഫുള്ളി ആ ലാൻഡ് കൈവശപ്പെടുത്തി. ആ കൈവശപ്പെടുത്തിയ വെള്ളക്കാർ കൊണ്ടുവന്ന കറുത്ത വർഗ്ഗക്കാരാണ് ടൊബാക്കോ ഫീൽഡ്, അതുപോലെ കരിമ്പൻ തോട്ടങ്ങൾ, അത് നട്ട് നനച്ച് വളർത്തിയത്. റെയിൽ റോഡ് ഉണ്ടാക്കിയതാരാണ്? അതും ബ്ലാക്ക് എനർജി, ബ്ലാക്ക് ലേബർ ആൻഡ് ഓൾസോ ലേബർ ഫ്രം ഓവർസീസ്. അവരെല്ലാം തന്നെ കൊണ്ടുവന്ന അടിമകളോ കുടിയേറ്റക്കാരോ ഒക്കെ തന്നെയാണ്. അമേരിക്കയുടെ വ്യാവസായിക വിപ്ലവത്തിനും അമേരിക്കയുടെ ഉൽപ്പാദന വിപ്ലവത്തിനും IT റവല്യൂഷനും ചുക്കാൻ പിടിച്ചത് ഇന്ത്യൻ വംശജർ ഉൾപ്പെടെയുള്ള, ചൈനീസ് ഇന്ത്യൻ വംശജർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരാണ്. അപ്പോൾ ലോകത്തെ ബെസ്റ്റ് ബ്രെയിൻസ് എല്ലാം അങ്ങോട്ട് ഒഴുകുന്ന ഒരു സമയം. ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധത എന്ന് ഇപ്പോൾ പറയുമ്പോൾ അത് ഇപ്പോൾ അമേരിക്കയിൽ കയറി പറ്റിയവർക്കത് നല്ലൊരു കാര്യമാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്ക സൃഷ്ടിച്ചത് പല തരത്തിലുള്ള കുടിയേറ്റക്കാരാണ്. അതുകൊണ്ടാണ് കുടിയേറ്റ വിരുദ്ധത ഭാവിയിലും അമേരിക്കയ്ക്ക് വളരാൻ സഹായം നൽകുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ക്രമപരമായ കുടിയേറ്റം, അനധികൃത കുടിയേറ്റമല്ല. ക്രമത്തിൽ ഏറ്റവും ക്വാളിഫൈഡ് ആളുകൾ, പ്രൊഫഷണലി എക്വിപ്ഡ് അല്ലെങ്കിൽ ടെക്നിക്കലി സ്കിൽഡ് ആളുകളുടെ കുടിയേറ്റം, അത് ഉറപ്പുവരുത്താനുള്ള ഫിൽറ്ററിംഗ് മെക്കാനിസമാണ് ഇപ്പോൾ ട്രംപ് നോക്കുന്നത്. മെക്സിക്കോയ്ക്ക് ഇത് ബാധകമല്ല. കാരണം മെക്സിക്കോയിൽ നിന്നും കടന്നു വരുന്ന വലിയൊരു ഭാഗം ആളുകൾ തീർച്ചയായിട്ടും ട്രംപ് ഈ എതിർക്കുന്ന ഡ്രഗ് പെഡലേഴ്സിനോ അല്ലെങ്കിൽ മാഫിയയുടെ ആളുകൾ, ക്രിമിനലുകൾ, അങ്ങനെയൊക്കെ ആളുകളാണ്. അവർ ലറ്റീനോ സംസ്കാരത്തിൽപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ്. പക്ഷേ ഒരേ ഒരു മാർഗം ഉപയോഗിച്ച് മെക്സിക്കൻ കുടിയേറ്റക്കാരെയും കാനഡയിൽ നിന്ന് വരുന്നവരെയും കാണാൻ ശ്രമിക്കുന്നിടത്താണ് കുഴപ്പം. അതാണ് ഏറ്റവും വലിയ, അതായത് അയൽ രാജ്യങ്ങൾ മെക്സിക്കോ അല്ല കാനഡ. കാനഡ എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്വന്തം സഹോദര രാജ്യമാണ്. സെയിം കൈൻഡ് ഓഫ് ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ്. മാത്രമല്ല 2 ലാംഗ്വേജ്, ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്. ക്യൂബെക് റീജിയണൽ ഫ്രഞ്ചും റെസ്റ്റ് ഓഫ് കാനഡയിൽ ഇംഗ്ലീഷും, അതുപോലെ അമേരിക്കയിൽ ഇംഗ്ലീഷ്. ഈ ഭാഷാപരമായും പിന്നെ സാംസ്കാരികമായും വിശ്വാസപരമായും എല്ലാം തന്നെ ഒരേ ഫോർമാറ്റിൽ പോകുന്ന രാജ്യങ്ങൾ. അവർ തമ്മിൽ ഒരു മുപ്പളവ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതത്ര സുഖകരമല്ല. പാശ്ചാത്യ ലോകത്തിൻ്റെ കെട്ടുറപ്പിന് അത്ര നല്ലൊരു കാര്യമല്ല. അത് മാത്രമല്ല കമ്പോളവൽകൃത രാജ്യങ്ങളാണ്. മെക്സിക്കോ പോലെയല്ല, ഒരു സോഷ്യലിസ്റ്റ് ഇൻഹിബിഷൻസ് ഉള്ള രാജ്യമൊന്നുമല്ല കാനഡ, അമേരിക്കയും അതെ. അപ്പോൾ പിന്നെ കോമണാലിറ്റീസ് ആണ് കൂടുതൽ. അവിടെ വ്യാപാര യുദ്ധം പോലെ ഒരു കാര്യത്തിലേക്കൊക്കെ ട്രംപ് നീങ്ങുക എന്ന് പറഞ്ഞാൽ യൂറോപ്പാണ് നെക്സ്റ്റ് ടാർഗറ്റ്. ഏപ്രിൽ 1, 2025 മുതൽ ഇതാ വരുന്നു, യൂറോപ്പിലേക്ക് വരുന്നു, ജനത എത്തുന്നു വ്യാപാര നിയന്ത്രണവുമായി എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എക്കാലത്തും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ തന്നെയായിരുന്നു അമേരിക്കയുടെ ഏറ്റവും ശക്തരായ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അലൈസ്. ഒരു തരത്തിൽ പുതിൻ്റെ അധിനിവേശം അംഗീകരിച്ചു കൊടുത്ത ട്രംപ് മറ്റൊരു സന്ദേശമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. പനാമ കനാൽ തങ്ങൾ പിടിച്ചെടുക്കുക. അതിന് കാരണമായി പറയുന്ന പനാമ കനാൽ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് ഒരു ചൈനീസ് തുറമുഖ കമ്പനിയാണ്. ചൈനയുടെ നിയന്ത്രണം ആ മേഖലയിൽ പാടില്ല, അതുകൊണ്ട് അമേരിക്ക തിരിച്ചെടുക്കുന്നു.
മറ്റ് ചില അവകാശ തർക്കങ്ങളും ട്രംപ് ഉയർത്തുന്നുണ്ട്. കാനഡയെ തങ്ങളുടെ 51ാമത് സംസ്ഥാനമാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി കനേഡിയൻസിനെ, പ്രത്യേകിച്ച് കാനഡയുടെ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഒരു വിശാല അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിൽ കൈവിട്ട കളിക്ക് ട്രംപ് ശ്രമം നടത്തുമോ? അമേരിക്കയ്ക്ക് പണ്ട് മുതലേ ഒരു മോഹമുണ്ട്, എക്സ്പാൻഷനിസം. അത് കിഴക്ക് അറ്റ്ലാന്റിക് മുതൽ പടിഞ്ഞാറ് പസഫിക് വരെ എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പോൾ കഴിവതും ആർട്ടിക് സമുദ്രം വരെ അങ്ങ് വടക്ക് എക്സ്പാൻഡ് ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹമാണ്. അത് ഏതാണ്ട് ശരിയാണ്. കാരണം അലാസ്ക ഇപ്പോഴും അമേരിക്കയുടെ ഭാഗം തന്നെയാണ്. നേരത്തെ കാനഡയിൽ നിന്ന് റഷ്യയിൽ നിന്നും വാങ്ങിയെടുത്തത്. റഷ്യ ചെയ്ത ചരിത്രപരമായ അബദ്ധം, വങ്കത്വം എന്ന് പറയുന്നത് അലാസ്ക വിട്ടുകൊടുത്തതാണ്. അത് റഷ്യ ഇന്നും ഖേദിക്കുന്നു. പുടിനൊക്കെ ഖേദിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം കാനഡയാണ് അതിന് മധ്യ, അലാസ്ക എന്ന അമേരിക്കൻ ടെറിട്ടറിക്കും അമേരിക്കയുടെ മെയിൻലാൻഡിനും മധ്യമുള്ള പ്രദേശമാണ് കാനഡ. ചെറിയ പോപ്പുലേഷനേ ഉള്ളൂ, 3.5. കേരളത്തിന് ജനസംഖ്യയെക്കാളും കുറച്ചുകൂടി മാത്രമേ ഉള്ളൂ കാനഡയിൽ. പക്ഷെ അമേരിക്കയേക്കാൾ വലിയ രാജ്യമാണ്. അപ്പോൾ ഇത് പറയുന്നത് ഇങ്ങ് തരാമോന്നാണ് ചോദിക്കുന്നത്. കാനഡ തരാമോ, ഞങ്ങൾ എടുത്തോളാം. അപ്പോൾ സുരേഷ് ഗോപി ഈ തൃശ്ശൂർ ചോദിച്ചതുപോലെ ഉള്ളൂ. പക്ഷെ സുരേഷ് ഗോപിക്ക് എടുക്കാൻ പറ്റിയതുപോലെ ഒരു നാൾ അമേരിക്കയ്ക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ ഇത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ പീപ്പിൾ അഡ്രസ് ദി കനേഡിയൻ പീപ്പിൾ എന്ന നിലയിലാണ്. അവിടെ പാളി. ഇത് ട്രംപ് അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി കനേഡിയൻ ജനതയോട് നൽകുന്ന ആഹ്വാനമാണ്. കാനഡയ്ക്ക് നിങ്ങളുടെ സർക്കാരിനെ നിങ്ങളെ ഭരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ തയ്യാർ നിങ്ങളെ ഏറ്റെടുക്കാൻ. കാരണം വിഭവങ്ങളാൽ റിച്ചാണ് കാനഡ. കാനഡ ഒരിക്കലും ഒരു ബാധ്യതയാകില്ല. മെക്സിക്കോ ഏതായാലും ആരും ഏറ്റെടുക്കില്ല, അത് ബാധ്യതയാണ്. അതുകൊണ്ട് കാനഡ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ അതങ്ങോട്ട് ഈ പെണ്ണിനും ചെറുക്കിനും ഒരുപോലെ സ്വീകാര്യമാണെങ്കിലല്ലേ സ്വയംവരം നടക്കൂ എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ ഒരു സൈനിക നീക്കത്തിലൂടെ അമേരിക്കയ്ക്ക് എളുപ്പം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് കാനഡ. സൈനിക നീക്കം, കാനഡയുടെ സൈനിക ശേഷിയുടെ 100 മടങ്ങാണ് അമേരിക്കയുടെ സൈനിക ശേഷി. കാനഡ ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഒരുപക്ഷെ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ്. അതുകൊണ്ട് ഒരു യുദ്ധം ഒരിക്കലും ഒരു വ്യാപാര യുദ്ധം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. യുദ്ധം, ഭൗതിക യുദ്ധം നടക്കില്ല. മെക്സിക്കോയുമായിട്ടാണെങ്കിലും ഒരു ഭൗതിക യുദ്ധത്തിനുള്ള സാഹചര്യമല്ല. അതൊന്നും അമേരിക്കൻസ് പോലും അംഗീകരിക്കില്ല. അമേരിക്കൻസ് അംഗീകരിക്കില്ല. അമേരിക്ക ഒരു ദ പവർ ഓഫ് അമേരിക്ക ഈസ് ഡെമോക്രസി. മോർ ദാൻ എനിത്തിങ് എൽസ് ഇറ്റ്സ് ഡെമോക്രസി. ഈ അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെ ഒരു കറക്റ്റീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്, അമേരിക്ക ഡിക്റ്റേറ്റർഷിപ്പ് അല്ലാത്തത് കൊണ്ടാണ് ലോകം ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. അല്ലായിരുന്നു എങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. അമേരിക്കയുടെ ഒരു യൂണിപോളാർ വേൾഡിൽ അമേരിക്ക ഒരു ഡിക്റ്റേറ്റർഷിപ്പിലായിരുന്നു എങ്കിൽ 90കൾ മുതൽ ലോകത്തിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. അതങ്ങനെയല്ല എന്നതുകൊണ്ട് ട്രംപിനെ കറക്റ്റ് ചെയ്യാൻ, അതിൻ്റെ പേരാണ് ചെക്സ് ആൻഡ് ബാലൻസസ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെക്സ് ആൻഡ് ബാലൻസസ്. അമേരിക്ക പക്ഷേ ഇതുവരെ ഒരു പിടിച്ചെടുക്കൽ നയത്തിലേക്ക് കടന്നിരുന്നില്ല. പലപ്പോഴും പല രാജ്യങ്ങളിലും അമേരിക്കൻ സൈനിക ഇടപെടലുകൾ ഉണ്ടായപ്പോഴും ഒരു പിടിച്ചെടുക്കൽ നയം അമേരിക്കൻസ് അംഗീകരിച്ചിരുന്നില്ല. അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്. ഫ്രം ഐസൊലേഷനിസം ടു ആക്റ്റീവ് ഇൻ്റർവെൻഷനിസം. ഇതാണ് ട്രാൻസ്ലേഷൻ അമേരിക്കയുടെ. മുൻകാലങ്ങളിൽ അമേരിക്കയുടെ മാത്രം ഒരു കൺസേൺ, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ എന്ത് നടന്നാലും നിങ്ങൾ യൂറോപ്യന്മാർ വന്ന് ഇടപെടരുത് എന്ന അമേരിക്കയുടെ ഐസൊലേഷനിസ്റ്റ് നയം. ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളുടെ കാര്യം. പക്ഷേ പിന്നീട് ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ലോകത്തെവിടെയും നടക്കുന്ന കാര്യങ്ങൾ അമേരിക്കയുടെ കൺസേണായി മാറി. ആ ഒരു അവസ്ഥയിൽ നിന്നും വീണ്ടും ഒരു തിരിച്ചുപോക്കാണ് ഞങ്ങളുടെ ഭൂഖണ്ഡങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഞങ്ങൾ നിർമ്മിച്ച പാനമായ്ക്ക് പിന്നീട് കൈമാറിയ പാനമ കനാലിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതിർത്തികൾ, അല്ലെങ്കിൽ ആ തുറമുഖങ്ങൾ, അറ്റ്ലാന്റിക്കിലേക്ക് തുറക്കുന്ന തുറമുഖവും പസഫിക്കിലേക്ക് തുറക്കുന്ന തുറമുഖവും ചൈനീസ്, ഹോങ്കോങ് കമ്പനികൾ നിയന്ത്രിച്ചാൽ ഞങ്ങൾ കൈയും കിട്ടിയിരിക്കില്ല. അത് പഴയ ഒരു ഡോക്ടറിൻ്റെ, മൺട്രോ ഡോക്ടറിൻ്റെ ഒരു റീഇനാക്ട്മെൻറ്റായി വേണമെങ്കിൽ കരുതാവുന്നതേ ഉള്ളൂ. അതൊരു തീർച്ചയായും ഒരു ഹോക്കിഷ് പൊസിഷനായി വേണമെങ്കിൽ കാണാം. അതുമാത്രമല്ല, ലോക കരാറുകളോട് ഞങ്ങൾക്ക് പുച്ഛമാണ്. അതായത് WTO ആയിക്കൊള്ളട്ടെ, കാലാവസ്ഥ ഉച്ചകോടി ആയിക്കൊള്ളട്ടെ, മറ്റ് പ്രോട്ടോക്കോളുകളായൊക്കെ ഞങ്ങൾക്ക് വിഷയമല്ല. അത് മാത്രമല്ല, എനർജിയുടെ കാര്യത്തിൽ ഞങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എനർജി ഞങ്ങൾ കുഴിച്ചെടുക്കും, ഡ്രിൽ ബേബി ഡ്രിൽ കുഴിച്ചെടുക്കും, എന്നിട്ട് ഞങ്ങൾ കത്തിക്കും. ലോകം ചുട്ടുപൊള്ളിയാലും ശരി, ആഗോള താപനം ഉണ്ടായാലും ശരി, ഞങ്ങൾക്കത് വിഷയമല്ല എന്നൊരു തരം ധാർഷ്ട്യവും ധിക്കാരവും. ഇത് അമേരിക്കയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരെ ഒരു കറക്റ്റീവ് ഫോഴ്സ് വരുമെന്നാണ് ഒരു പ്രതീക്ഷ. മറുവശത്ത് ഇപ്പോൾ ചൈനയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ടാരിഫ്, അത് ഇന്ത്യക്ക് ഏതൊക്കെ തലങ്ങളിൽ ഇനി പ്രയോജനപ്പെടുത്താം? ചൈനയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫ് കാരണം ചൈന കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട്സ് മറ്റ് രാജ്യങ്ങളിലേക്ക്, അവിടെയാണ് ഇന്ത്യ ശ്രദ്ധിക്കേണ്ടത്. അതിലൊരു ടാർഗറ്റ് ഏരിയ മിഡിൽ ഈസ്റ്റാണ്.
വെസ്റ്റ് ഏഷ്യ. അല്ല, ചൈന ചില പ്രതിരോധ നടപടികൾ ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടുതൽ ഉപഭോക്തൃ രാജ്യങ്ങളെ തങ്ങൾ കണ്ടെത്തുമെന്നും തങ്ങളുടെ വിഭവങ്ങൾ അവിടെ വിറ്റഴിക്കുമെന്നും അമേരിക്കയ്ക്ക് ബദലായി മറ്റൊരു മാർക്കറ്റ് തങ്ങൾ കണ്ടെത്തുമെന്നും ഇന്ന് ചൈന പ്രഖ്യാപിച്ചു. അതായത് ചൈന ആദ്യം തിരുത്താൻ പോകുന്നത് ഇന്ത്യ നയമായിരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ ചരിത്രപരമായി അതെപ്പോഴും ശരിയായി വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യ ഒരു ക്യാപ്റ്റീവ് മാർക്കറ്റാണ്, ഏറ്റവും വലിയ മധ്യവർഗ മാർക്കറ്റ് കൂടെ. അമേരിക്കയെക്കാളൊക്കെ എത്രയോ വലുതാണ് ഇന്ത്യയുടെ മധ്യവർഗത്തിൻ്റെ എണ്ണം. ഒന്ന് നോക്കൂ, അമേരിക്കയുടെ മൊത്തം ജനസംഖ്യയുടെ അത്രയും വരും ഇന്ത്യയുടെ പർച്ചേസിങ് പവറുള്ള മധ്യവർഗത്തിൻ്റെ എണ്ണം. അപ്പോൾ അവരാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി രാഷ്ട്രീയമായി അല്ലെങ്കിൽ അതിർത്തിയിൽ പോരടിച്ച് നിന്ന് കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ടാണ്. ഇവിടെ ചൈനയുടെ ബുദ്ധി പ്രവർത്തിക്കാൻ പോകുന്നത് റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ബ്രിക്സ്. ഈ ബ്രിക്സിലൂടെ എന്ത് രീതിയിലുള്ള പ്രതിരോധം ഒരുക്കാൻ സാധിക്കും? അവിടെ ബ്രസീലും നിൽക്കും, റഷ്യയും നിൽക്കും, ചൈനയും നിൽക്കും ഒരുമിച്ച്. ഇന്ത്യ മാത്രം രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അമേരിക്ക പൂർണ്ണമായി കൈയൊഴിയാൻ ഇന്ത്യക്കാവില്ല. റഷ്യയെ പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അത് ഇപ്പോൾ അത്ര ബുദ്ധിപരമായ കാര്യമായിരിക്കില്ല. അതുകൊണ്ട് റഷ്യയുമായി എണ്ണ വാങ്ങിയെടുക്കാം, റഷ്യ റുപ്പി റൂബിൾ ടേംസിൽ എണ്ണക്കച്ചവടം നടത്താം. പക്ഷേ അമേരിക്കൻ ഡോളറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ബ്രിക്സിനൊരു കറൻസി വന്നാൽ ഇന്ത്യ ഒരുപക്ഷെ അതിനോടൊപ്പം നിൽക്കില്ല എന്ന ഒരു സൂചനയും ഇവർക്കുണ്ട്. അപ്പോൾ ബ്രിക്സിനുള്ളിൽ തന്നെ ഒരു ചെറിയ പൊട്ടിത്തെറിയുണ്ട്. അത് മാത്രമല്ല, ബ്രിക്സിൻ്റെ പരിധി വ്യാപിക്കുകയാണ്. 10 രാജ്യങ്ങളായി കൂടുതൽ രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ G20യേക്കാൾ വളരെ വലുതാകുന്ന ഒരു സമിതിയായി ബ്രിക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ മാറ്റങ്ങളാണ്. ഇന്ത്യ അതിനോട് എത്രത്തോളം പൊരുത്തപ്പെടും? ഇന്ത്യക്കിപ്പം തീർച്ചയായിട്ടും സ്ട്രാറ്റജിക് ഓട്ടോണമി, ഇതാണ് ഇന്ത്യയുടെ നയം. ഇപ്പോൾ ചേരിചാരായ്മയൊക്കെ പഴയ കാര്യമാണ്. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുമ്പോൾ അമേരിക്കയോടും റഷ്യയോടും സമദൂരം പാലിക്കുകയും പരമാവധി ഈ തങ്ങളുടെ നേട്ടം, അമേരിക്ക ട്രംപ് ഉപയോഗിക്കുന്ന അതേ നയം തന്നെയാണ്. മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നില്ല എങ്കിൽ പോലും പരമാവധി വിദേശ രാജ്യങ്ങളെ പിണക്കാതെ കൂടെ നിർത്തുക. ഉക്രൈനുമായും റഷ്യയുമായും ഒരുപോലെ, പിന്നെ പലസ്തീനുമായും ഇസ്രായേലുമായും ഒരുപോലെ. ആ രീതിയിലുള്ളൊരു ഞാണിന്മേൽ കളിയാണ് ഇന്ത്യയുടെ നയതന്ത്രം. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ട്രംപിസം അത് ഏതൊക്കെ തലങ്ങളിൽ ഇന്ത്യക്ക് പ്രയോജനകരമാക്കാം എന്നതിനെക്കുറിച്ച് ഇനിയും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ രൂപയുടെ മൂല്യം 87 എത്തി നിൽക്കുന്നു, വളരെ വലിയ ഒരു തകർച്ചയിലാണ്. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ കനേഡിയൻ ഡോളറിനും സംഭവിച്ചിരിക്കുന്നത്, വലിയ തകർച്ച. ട്രംപിൻ്റെ ഈ ഒരു കടന്നുവരവ് അമേരിക്കൻ വിപണിയെ താൽക്കാലികമായെങ്കിലും ഉണർത്തിയെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കാരണം ഡോളർ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു. ഇതിന്റെ ബാക്കിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? വിപണി താഴേക്കാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, ആഗോളതലത്തിൽ താഴേക്കാണ്. അതുകൊണ്ട് ലോകം സ്വല്പം ആകാംക്ഷയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. അമേരിക്കയിൽ ആദ്യം കണ്ട ഒരു ഉത്സാഹം തുടരാൻ കഴിഞ്ഞിട്ടില്ല എന്നതും പ്രത്യേകമായി ഒരു ഗ്ലോബലൈസേഷന്റെ ഒരു തലത്തിൽ നിന്ന് വീണ്ടും പരോക്യലിസത്തിലേക്ക് നീങ്ങുന്നു. ഒരു നാരോ സെക്ടേറിയൻ പരോക്യൽ കൺസിഡറേഷനിലേക്ക് ലോകം നീങ്ങുന്നു എന്നൊരു ചിന്തയുണ്ട്. നേരത്തെ എല്ലാം ASEAN കരാറിലൂടെ ഇന്ത്യ പോലും പല വ്യാപാര കരാറിലേക്കും കടന്നിരുന്നു. അമേരിക്കയുമായി ഓപ്പൺ ട്രേഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇന്ത്യ കടന്നിരുന്നു. അമേരിക്കയും ഇതുവരെ നിലനിന്നിരുന്നത് ഒരു ലോക കമ്പോളത്തിന്റെ ഭാഗമായി അവർ നിലകൊണ്ടതുകൊണ്ടാണ്. കാരണം അതുകൊണ്ടുള്ള ഒരു മെച്ചം ഡോളർ ഒരു ആഗോള വിനിമയ കറൻസിയായി ശക്തി ആർജിച്ചിരുന്നു. മറ്റൊരു കറൻസിയെക്കുറിച്ച് പോലും ചിന്തിക്കാനുള്ള ഒരു അവർക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. പക്ഷേ ഇനി ലോകരാജ്യങ്ങൾ ഈ ഡോളറിനെ ഇത്ര കണ്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുമോ? ഇവിടെയാണ് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ഇതൊരു അവസരമായി എടുക്കേണ്ടതുണ്ട്. കണ്ണുമടച്ച് ട്രംപിനെ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു മാറ്റം ലോകത്തെ ഒന്ന് ഷെയ്ക്കപ്പ് ചെയ്യും. 2008-09 നടന്ന ആഗോള സാമ്പത്തിക മാന്ദ്യം, ഗ്ലോബൽ മെൽറ്റ് ഡൗൺ, ആ ഗ്ലോബൽ മെൽറ്റ് ഡൗൺ സംഭവിച്ച ആ വർഷം തന്നെയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ GDP 8.7 എന്ന റെക്കോർഡ് വളർച്ച നേടിയത്. അതിനുശേഷം ഇന്ത്യ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നീട് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും 6-8% ഗ്രോത്ത് കൺസിസ്റ്റൻ്റ്ലി ഫോർ ലാസ്റ്റ് 2 decades ഇത് സംഭവിച്ചു. ഇന്ത്യക്ക് 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ന് തലയുയർത്തി നിൽക്കാനും നാളുകളിൽ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആയി മാറാനും മോദിജിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചാൽ 2047 വികസിത ഭാരതം, അതൊക്കെ ഒരു സ്വപ്നമാണ്, അതൊരു പ്രതീക്ഷയാണ്. സംഭവിക്കുകയും ചെയ്യണമെങ്കിൽ പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകണം. 2008 ഒരു ബെഞ്ച് മാർക്ക്, 1991 ഒരു ബെഞ്ച് മാർക്ക്,
അല്ലേ? അതായത് സോവിയറ്റ് യൂണിയൻ തകരുന്നു, ഇന്ത്യയുടെ ന്യൂ എക്കണോമിക് പോളിസി വരെ 90-91, അതിനുശേഷം 2008-9. ഇനി വരുന്ന ഒരു ടേണിംഗ് പോയിന്റാണ് 2025. അത് എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കുന്നോ, G20 എന്ന പുതിയ സമിതി ഉണ്ടായതുപോലെ ഇപ്പോൾ G20 റെജിമിന് ശേഷം വാട്ട് നെക്സ്റ്റ് എന്ന ആലോചനയിൽ ലോക വ്യവസ്ഥിതിയിൽ ഏറ്റവും തലപ്പൊക്കത്തിൽ വരാൻ പറ്റിയില്ലെങ്കിലും ടോപ്പ് 5-ൽ ഡിഫാക്റ്റോ വരാൻ സാധിക്കുക എന്നതാണ് ഇന്ത്യയുടെ പരിഗണന. അതുകൊണ്ട് ഈ പാരഡൈം ഒന്ന് തകർന്നെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഉയർന്നു വരാൻ കഴിയൂ എന്നതുകൂടിയാണ് പരിഗണിക്കേണ്ടത്. ജാഗ്രതയോടുകൂടി ലോകരാഷ്ട്രീയത്തെയും ലോക സമ്പദ് വ്യവസ്ഥയെയും കാണേണ്ട സമയമാണ് ഇന്ത്യയുടെ ഡിസിഷൻ മേക്കേഴ്സിന് ഇപ്പോൾ. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നന്ദി, നമസ്കാരം.